This is part 1 of learning Python from scratch. പിന്നെ നമ്മൾ നോക്കുന്ന പൈത്തണിനെ പറ്റിയാണ്. പൈത്തണിൻ്റെ ബേസിക്സ്, പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന അതിൽ കോഡ് എഴുതുന്നത്. ഫസ്റ്റ് നമുക്ക് പൈത്തൺ എന്താണെന്ന്. വാട്ട് ഈസ് പൈത്തൺ? പൈത്തൺ എന്ന് പറയുമ്പോൾ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് മാത്രമല്ല നല്ല ഡിമാൻഡുള്ളൊരു ലാംഗ്വേജിൻ്റെയാണ് പൈത്തൺ. ഇത് റിലീസ് ചെയ്ത 1991 ഇതൊരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആണ്. നല്ല പെർഫോമൻസിന് റൺ ചെയ്യുകയും ചെയ്യും. ഇത് നമുക്ക് പൈത്തൺ വെച്ച് AI, പിന്നെ വെബ് ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, മാത്തമാറ്റിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പൈത്തൺ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിനെ നമുക്കിവിടെ ബ്രൗസർ ഓപ്പൺ ആക്കി പൈത്തൺ ഇൻസ്റ്റാളിങ് അടിക്കാം. ഇവിടെ python.org വെബ്സൈറ്റ് വരും. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ ടെർമിനൽ ഓപ്പൺ ആക്കും. ഞാൻ ഓപ്പൺ ആക്കും. അപ്പോൾ ഇവിടെ ടെർമിനൽ വന്നിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ പൈത്തൺ വേർഷൻ നോക്കണം. പൈത്തൺ -v. ഓക്കെ, അപ്പം അങ്ങനെ അടിച്ചപ്പോൾ നമുക്ക് ഇത്രയും വന്ന് ഇവിടെ ഇങ്ങനെ ഇത് വരെയാണെങ്കിൽ ഇതിൽ അർത്ഥം എന്ന് വെച്ചാൽ പൈത്തൺ ഇൻസ്റ്റാൾ ആയിരുന്നത്. ഇതിന് പകരം എന്തെങ്കിലും എററാണ് എനിക്ക് വരുന്നതെങ്കിൽ പൈത്തൺ ഇൻസ്റ്റാൾ ആയിട്ടില്ലെന്നാണ് എൻ്റെ അർത്ഥം. VS കോഡ് ഓപ്പൺ ആക്കാം. VS കോഡ് അല്ലെങ്കിൽ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കോഡ് കിട്ടും. VS കോഡാണ് റെക്കമെൻഡ്. ഇതിൽ നമുക്കൊരു ഫോൾഡർ ഓപ്പൺ ആക്കാം. നമുക്ക് ഡോക്യുമെൻറ്റ്സിൽ ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ പൈത്തൺ എന്ന് കൊടുത്ത് പേര് കൊടുത്തു. അത് ഞാൻ ഓപ്പൺ ആക്കി. അപ്പം നമ്മുടെ ആ ഒരു ഫോൾഡർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൈത്തൻ്റെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പം അതിനായിട്ട് പൈത്തൻ്റെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ടോപ്പിലുള്ള ഈ ഒരു ഫയൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് hello.py ആണ് പൈത്തൻ്റെ എക്സ്റ്റൻഷൻ. ഹലോ മാറ്റി നിങ്ങൾക്ക് എന്ത് പേര് വേണോ കൊടുക്കാം. ജസ്റ്റ് ഞാൻ അവിടെ ഹലോ എന്നാണ് കൊടുക്കുന്നത്. hello.py ഇതിൻ്റെ എക്സ്റ്റൻഷനാണ്. അതേപോലെ കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും കോഡ് എഴുതണം. അപ്പോൾ പൈത്തൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കോഡാണ് പ്രിൻറ്റ് ബ്രാക്കറ്റ്. പിന്നെ അതിൻ്റെ അകത്ത് നമുക്കിവിടെ 2 കൊട്ടേഷൻ കൊടുക്കാം. അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ്. പിന്നെ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കാനായിട്ട് നമുക്കിവിടെ ടെർമിനൽ ഓപ്പൺ ആക്കാം. ഈ കോഡ് ഇവിടെ തന്നെ ടെർമിനലുണ്ട്. എന്നിട്ട് അവിടെ നമുക്ക് പൈത്തൺ hello.py ഈ പൈത്തൺ hello.py വരെ പൈത്തൺ നിങ്ങൾ കൊടുത്ത പേര് .py കൊടുത്താലേ കറക്റ്റ് ഉണ്ടാവും. നിങ്ങൾ hello.py തന്നെ കൊടുത്തി പൈത്തൺ hello.py എന്ന് മതി. നിങ്ങൾ പൈത്തൺ നിങ്ങളുടെ പേര് .py ആണെങ്കിൽ പൈത്തൺ സ്പേസ് നിങ്ങളുടെ പേര് .py. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ പ്രിൻറ്റിൻ്റെ അകത്ത് കൊടുത്ത ആ ഒരു ടെക്സ്റ്റ് ഇവിടെ വന്നു. അല്ല, ഇവിടെ ഹലോ വേൾഡ് വന്നു. ഇത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഹലോ എന്ന് മാത്രം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സേവ് ചെയ്യാം. എന്നിട്ട് ഒന്നേന്ന് നോക്കി കഴിഞ്ഞാൽ ഹലോ മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു പ്രിൻ്റാണ് ഇതിലെ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ളൊരിത്. നമുക്ക് വേണമെങ്കിൽ കുറേ 5-6 പ്രിൻ്റ് എഴുതാം. ഫസ്റ്റ് ഇപ്പോൾ നമുക്കൊരു ഹലോ വേൾഡ് എഴുതാം. അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് സിമ്പിൾ ടെക്സ്റ്റ്. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ കുറച്ച് പ്രിൻ്റ് എഴുതിയിട്ടുണ്ട്. പ്രിൻ്റ് ഹലോ വേൾഡ്, പ്രിൻ്റ് ദിസ് സിമ്പിൾ പൈത്തൺ സ്ക്രിപ്റ്റ്, പ്രിൻസ് ക്രിയേറ്റിംഗ് ഇമേജ് ടു ദ കൺസോൾ, ഹാവ് എ ഗ്രേറ്റ് ഡേ. ഇത്ര ഞാൻ അവിടെ പ്രിൻറ്റിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഇത്ര ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ട് ഈ ഒരു കോഡ് എഴുതപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ പ്രിൻറ്റിൽ എല്ലാ ലെറ്ററും സ്മോൾ ആയിരിക്കണം. ഈ പൈത്തൺ കേസ് സെൻസിറ്റീവാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ P ക്യാപിറ്റലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തം എററാവും. ഇവിടെ തന്നെ ഒരു സിൻടാക്സ് എറർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടേ P ക്യാപിറ്റലാണെന്ന് പറഞ്ഞിട്ട് എറർ വരും. ഡു യു മീൻ പ്രിൻറ്റ്? അതാണ് നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ അടുത്ത് ഇതിലെ സ്പെല്ലിങ് തെറ്റാൻ പാടില്ല. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ബ്രാക്കറ്റ് കറക്റ്റായിട്ട് കിട്ടണം. നമ്മൾ ഈ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തില്ലെങ്കിൽ അതും ഇവിടെ എററാവുണ്ട് കേട്ടോ.
ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രിൻ്റിൻ്റെ അകത്തൊരു ടെക്സ്റ്റാണ് കൊടുക്കണമെങ്കിൽ ഡബിൾ കൊട്ടേഷൻ്റെ അകത്ത് കൊടുക്കാം. ഡബിൾ കൊട്ടേഷനകത്ത് നിങ്ങൾ സ്പേസോ ബ്രാക്കറ്റോ എന്ത് വേണോ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ ഡബിൾ കൊട്ടേഷൻ ഇല്ലാണ്ട് നിങ്ങളിവിടെ ഹലോ വേൾഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതും എററാവും. അപ്പോൾ നിങ്ങൾ പ്രിൻ്റിൻ്റെ അകത്തൊരു ടെക്സ്റ്റാണ് കൊടുക്കണമെങ്കിൽ അത് ഈ ഒരു സിംഗിൾ ഡബിൾ കൊട്ടേഷനിൽ കൊടുക്കണം. സ്ട്രിങ് എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കത് ഒരു എററും ഇല്ലാണ്ട് റൺ ആവുന്നത്.